ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ തുലാരാശിക്കാർക്കാണുള്ള ഫലമാണ് പറയുന്നത്. തുലാരാശിക്കാർക്ക് ചാരവസാൻ ചിന്തിക്കുകയാണെങ്കിൽ തുലാരാശിയുടെ 5-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, 6-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ തന്നെ നിൽക്കുന്ന രാഹു, 8-ൽ അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും വ്യാഴവും, 10-ൽ അനുകൂല ഭാവത്തിൽ തന്നെ നിൽക്കുന്ന ബുധനും ശുക്രനും, സൂര്യൻ 10-ൽ നിൽക്കുന്നു, 11-ൽ ശുക്രനും ബുധനും നിൽക്കുന്നു, 12-ൽ കേതു നിൽക്കുന്നു എന്നുള്ളതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം ഓഗസ്റ്റ് മാസം ഉചിതപരമായിട്ടുള്ള മാറ്റമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖല വളരെ പുരോഗമന പാതയിൽ നീണ്ടുപോകും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അതെല്ലാം ക്ലിയർ ആക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാ മേഖലകളിലും, അതായത് ഇപ്പോൾ ഒരു ഭവന നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഒരു ഭൂമി സംബന്ധമായിട്ടുള്ള നിർമ്മാണത്തിന്, അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കാനുള്ളത്, അല്ലെങ്കിൽ പട്ടയം ലഭിക്കാനുള്ളത്, ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ ശരിയാക്കാനുള്ളത്, അതുപോലെ തന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയ സംബന്ധമായിട്ടുള്ള ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പണമിടപാടുകളായിട്ടുള്ള കാര്യങ്ങൾ, ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ രേഖകൾ കിട്ടാനുള്ള കേസ് വഴക്കുകൾ, ഇതിനൊക്കെ പറ്റിയ ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതല്ല, ആ കാര്യത്തിലെല്ലാം നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്ന് എടുത്തു പറയേണ്ട ഒരു ആവശ്യം ഈ തുലാരാശിക്കാർക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ ഈ കഴിഞ്ഞ 2 മാസത്തിൽ മോശം തന്നെയായിരുന്നു. ആ അതിൽ നിന്ന് രക്ഷ നേടി ഈ ആഗസ്റ്റ് മാസം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നന്നായി തെളിഞ്ഞു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻജിനീയർമാർ, അതുപോലെ തന്നെ ഹൈടെക് സംബന്ധമായിട്ടുള്ള എഞ്ചിനീയർമാർ, മെഷീനറി സംബന്ധമായിട്ടുള്ള 2 വീലർ തൊട്ട് വിമാനം വരെക്കുള്ള വാഹന സംബന്ധമായിട്ടുള്ള വിപണിയിൽപ്പെട്ടിരിക്കുന്ന എല്ലാ വർക്കേഴ്സുമാർക്കും, അഡ്വൈസർമാർക്കും, അതുപോലെ തന്നെ ടെക്നീഷ്യന്മാർക്കും, വർക്ക് ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ആത്മതൃപ്തി കിട്ടുന്ന ഒരു സംഭവമാണ് കൊണ്ടത്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ആക്കം കൂട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വിവാഹകാലം തന്നെ ധൃതിപ്പെടുത്തി നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് ധൃതിപ്പെടുത്തി നടക്കുവാൻ സാധ്യത മാത്രമല്ല, സെറ്റാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. ചിലപ്പോൾ കുടുംബത്തിൽ നല്ല ഒരു ഐക്യത വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ചില സമയങ്ങളിലെല്ലാം മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതെല്ലാം മാറി ഐക്യത വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങൾ പരമാവധി ക്ഷമാപണം അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവും എന്നാണ് ഇരുവരും കാണുന്നത്. കാരണം ഈ രാശിയിൽ പെട്ടിരിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത്. തുലാരാശി പറയുമ്പോൾ ചിത്തിരിയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം കൂടി ചേർന്ന് തുലാരാശിക്കാർക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തുലാരാശിക്കാർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. സഹായഹസ്തങ്ങൾ മറ്റുള്ളത്, ചില സഹോദരന്മാരായിട്ട് ചിലപ്പോൾ വഴക്കുകൂടാനുള്ള സാധ്യതകളും ഉണ്ടാകും. അത് പരമാവധി ഒഴിവാക്കണം. അതുപോലെ തന്നെ ചില കൂട്ടുകാർ തമ്മിലടി ഉണ്ടാവാനും വാക്ക് തർക്കത്തിന് ഇടപെടാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് ചിലപ്പോൾ നഷ്ടങ്ങൾക്കെല്ലാം ഭൂമി വിൽക്കേണ്ടതായിട്ടും, ചിലപ്പോൾ ഭൂമി വിൽക്കാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമി വിൽപ്പന നടക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നൊക്കെ കാണുന്നുണ്ട്. ഭൂമി വിറ്റാലേ മറ്റുള്ള ബാധ്യതകൾ ഒഴിവാകുള്ളൂ എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയുക. അതിനുള്ള സഹായഹസ്തങ്ങൾ ചെയ്തു തരുവാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ പരിഹാര മാർഗങ്ങളെല്ലാം പറഞ്ഞുതരാം എന്നെങ്കിൽ പറയുന്നത്. അതുപോലെ തന്നെ സഹോദര ബന്ധങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകാരന്മാർ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജാമ്യം നിൽക്കരുത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേസമയത്ത് ഭവന നിർമ്മാണം, വാഹനയോഗം, ഭവന നിർമ്മാണ സംബന്ധമായിട്ടും ആഡംബര യോഗം, വാഹനം എന്നിവയ്ക്കെല്ലാം നേതൃത്വം കൊടുക്കുവാനും, പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും, പഴയ വാഹനം കൊടുത്ത് പുതുക്കി വാങ്ങിക്കുവാനും, അതുപോലെ വാഹന വിപണി നല്ല മുൻകേടത്തിൽ വരുവാനും, എല്ലാ വാഹനങ്ങളും 2 വീലർ തൊട്ടിട്ട് എല്ലാ വാഹനങ്ങളുടെ ടെക്നീഷ്യന്മാർക്കും എല്ലാവർക്കും നല്ല ഗുണകരമായിട്ടുള്ള സമയമാണ്. വാഹന വിപണി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിൻ്റെ പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിൽ ഗവേഷണം നടത്തുന്നവർക്കെല്ലാം വളരെ വിജയം കൈവരിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ട് പുതിയ ഫ്ലാറ്റുകളോ വില്ലകളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ എല്ലാം വാങ്ങി വീട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് കാണുന്നത്.
ജൂലൈ മാസം വരുമ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ വിചാരിക്കും. എന്നിരുന്നാലും അതിനെപ്പറ്റി ചിന്തിച്ച് വെക്കുന്നതല്ല, ചിങ്ങമാസത്തിൽ ആരംഭിക്കാം എന്ന് ചിന്തിച്ച് വെക്കുന്നവർക്കെല്ലാം ഇപ്പോൾ തന്നെ അതിൻ്റെ കണക്ക് കൂട്ടലും മറ്റുള്ളവരെല്ലാം കണക്ക് കൂട്ടി വെച്ച് അതിനെപ്പറ്റി പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ബുദ്ധിപരമായിട്ട് നല്ല ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള കഴിവ് പ്രത്യേകപരമായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതകളുണ്ട്. അത് സ്ത്രീകൾക്ക് ഒരുപാട് കടബാധ്യതകൾ ചേർന്ന് വന്ന് നിൽക്കുന്ന ഒരു സമയമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ 2 മാസം അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ നിന്നെല്ലാം നേട്ടങ്ങളിലല്ല അതിൽ നിന്ന് മോചനം നേടുവാൻ മനസമാധാനം വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യവർദ്ധനവ് വരുവാനായിട്ട് ഭാഗ്യസൂക്തം ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലകളിൽ നല്ല പുരോഗമനം ഉണ്ടാവും. അർഹിക്കുന്ന തൊഴിലുകൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണകരമായിട്ടുള്ള ഇതാണ് കാണുന്നത്. പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അർഹിക്കുന്ന സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്കെല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്നവർക്ക് പോകാനായിട്ട് അതിനുള്ള അനുമതി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കെല്ലാം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തടസ്സങ്ങൾ മാറി വരുവാനും പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോയി തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ അവസ്ഥകൾ മോശമാണെങ്കിൽ വേറൊരു തൊഴിലിലേക്ക് മാറുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും ഉചിതപരമായിട്ട് തന്നെ ഭവിക്കും. പിന്നെ വിദേശത്ത് പോയിട്ട് കുറേ കാലമായിട്ട് ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയിലോ പോയിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടോ ജോലി കിട്ടാതെ ഇരിക്കുകയാണെങ്കിൽ ജാതകം ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ ഉചിതകരമായിട്ടായിരിക്കും. ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും വാട്സപ്പിൽ എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അതിൽ ദശാകാലം നല്ലതാണോ അപഹാരകാലം നല്ലതാണോ എന്നെല്ലാം പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് പറ്റും. അതിനുള്ള സഹായഹസ്തങ്ങൾ ഞാൻ ചെയ്തു തരാം. അതിന് ഫീസൊന്നും ആവശ്യമില്ല. ജാതകം നോക്കാൻ യാതൊരു വിധത്തിൽ ഫീസും ആവശ്യമില്ല. ജാതകത്തിൽ സമയദോഷമാണെങ്കിൽ പ്രശ്നം വെച്ച് നോക്കേണ്ടി വരും. അതിനൊരു ദക്ഷിണ, ചെറുതായിട്ടൊരു ദക്ഷിണ നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. അത് സത്യാവസ്ഥയുള്ള കാര്യമാണ് പറയുന്നത്. അത് രാശി വെച്ചിട്ട് അതിൽ ദോഷം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രം വരിക. കാരണം വെച്ചാൽ ജാതകത്തിൽ അനുകൂലമാണെങ്കിലും അനുഭവത്തിൽ ഇത് യോഗമല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണും എന്നുള്ളതാണ്. അതിനാണ് കവടി ഇപ്പോഴല്ല പണ്ട് കാലം തൊട്ടേ കവടി നിരത്തി രാശി വെച്ച് ദൈവീകത്തെത്താൻ നോക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോലീസ് മേധാവിത്വം വഹിക്കുന്നവർക്കും പട്ടാളം വിഭാഗത്തിൽ പഠിക്കുന്ന നാവികസേന, കരസേന, വ്യോമസേന എന്നീ മേഖലയിൽ പഠിക്കുന്നവർക്കെല്ലാം കുറച്ച് ആപത്തുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവ് പറ്റുവാനോ വീഴ്ച പറ്റുവാനോ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള മൃത്യുഞ്ജയ ഹോമം ഈ മാസം കഴിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതായത് രാശിയുടെ അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അഷ്ടമത്തിൽ തന്നെ ചൊവ്വയുടെ കൂടെ വ്യാഴം, ദൈവാധീനം കിട്ടുന്ന വ്യാഴം കൂടി നിൽക്കുന്നുണ്ട്. അത് കാരണം ഒരു മൃത്യുഞ്ജയ ഹോമത്തിന് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് അതിൻ്റെ പ്രസാദം ഒരു 3 ദിവസം കഴിക്കുന്നത് വളരെ ഉത്തമമായിട്ട് തുലാരാശിക്കാർക്ക് കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകപരമായിട്ടുള്ളൊരു കഴിവ് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ് ഈ മാസം എന്നുള്ള യാതൊരു വിധ സംശയമില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ സ്ഥാനമാന പദവികളും യോഗങ്ങളെല്ലാം ചേരുന്നവർക്കും സ്ഥാനമാന പദവികളെല്ലാം കിട്ടുവാനുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടിരിക്കുന്നവർക്ക്, ഈ രാശിയിൽ പെട്ടിരിക്കുന്നവർക്ക് പുരസ്കാരങ്ങളും സമ്മാനാർഹമായിട്ടുള്ളതും അഭിനന്ദനങ്ങളും സ്ഥാനമാന പദവികൾ മാറ്റം വരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതിപ്പോൾ ലോക്കൽ ആണെങ്കിലും ഹൈ ലെവലിലാണെങ്കിലും കേന്ദ്ര സംബന്ധമായിട്ടാണെങ്കിലും സ്റ്റേറ്റ് സംബന്ധമായിട്ടാണെങ്കിലും അതിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഗവൺമെൻറ് കാരകനായിട്ടുള്ള സൂര്യൻ 10ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യചാരവസാൽ ചിന്തിക്കുന്ന സമയത്ത് തൊഴിൽ മേഖല പുരോഗതിക്കും PSC ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ സിവിൽ സർവീസ് എഴുതി നിൽക്കുന്നവർക്കെല്ലാം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് വരുവാനുള്ള സാധ്യത, അർഹതപ്പെട്ട ഇത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ട്രെയിനിങ് എടുത്തിരിക്കുന്നവർക്കെല്ലാം വിജയസാധ്യത വരുവാനുള്ള സാധ്യത ഉണ്ട്. 110% ആൾക്കാർക്ക് കിട്ടുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. മെഡിക്കൽ വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന സ്റ്റുഡൻറ്റുകൾക്ക്, മെഡിക്കൽ സംബന്ധമായിട്ട് സ്റ്റുഡൻറ്റുകൾക്ക് സമയം അനുകൂലപരമായിട്ട് തന്നെ കാണുന്നത്. കാരണം
അതിൻ്റെ സയൻസ് സംബന്ധമായിട്ടുള്ള കാരണമായിട്ടുള്ള ഗ്രഹം അനുകൂല ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അത് കാരണം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ സ്റ്റുഡൻറ്റുകൾക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും നഴ്സിംഗ് അവർക്കും ഡോക്ടർ സംബന്ധമായിട്ടുള്ളവർക്കും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ വന്ന് ചേരുവാനുള്ളത്. ഇവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ തുലാരാശിക്കാർക്ക് 3, 4, 5, 6, 7, 8 ദിവസങ്ങൾ ശുഭ ദിവസങ്ങളാണ്. അത് വിട്ട് കഴിഞ്ഞാൽ 21, 22, 23, 24, 25, 26 വരയ്ക്കും ശുഭ ദിവസങ്ങളാണ്. ഈ ശുഭ ദിവസങ്ങളിൽ എല്ലാ കാര്യം ചെയ്യുക. ദോഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, 29, 30, 31, 4 ദിവസം ദോഷ ദിവസങ്ങളാണ്. ഈ ദോഷ ദിവസങ്ങളിൽ മാനസിക സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാം. ചിലപ്പോൾ വഴക്കിന് ആരും കൊണ്ടെങ്കിലും വഴക്കിനോ ചിലപ്പോൾ മക്കളിനോടോ ഭാര്യമാരോടോ വഴക്കിന് പോകാനുള്ള സാധ്യതയുണ്ട്. മാനസിക പ്രശ്നങ്ങൾ ഒരുപാട്. ശുഭകാര്യങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. നമസ്കാരം.